പറഞ്ഞാ ഇന്നലെ രാത്രി ഞാനും പേടിച്ചു പോയി. എന്റെ പൊന്നോ, നീ ഭാർഗവിയമ്മ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലടാ അപ്പുകുട്ടാ. ഇപ്പന്റെ കാര്യങ്ങൾ അവര് നോക്കുന്നുണ്ടായിരുന്നല്ലോ. എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു. പക്ഷെ എന്റെ ഒരു കാര്യം അവള് നോക്കാറില്ല. തൂക്കിയല്ലോ നാഥ. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എന്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാ. അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെ എന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. പറയുന്നൊരു വിഷമം തോന്നരുത്. എത്ര ശത്രുത ഉണ്ടായാലും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ രീതിയിലുള്ള ടോർച്ചർ ചെയ്ത് ശരിയായില്ല. പിന്നെ എനിക്ക് ഓസിയെ ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മുവിനെ തെറി വിളിച്ചത്. അഹമ്മദ് കുട്ടിയെ നിന്റെ അമ്മേനെ കെട്ടിയോൻ, നിന്റെ അച്ഛന്റെ കെട്ടിയോള് പന്നി. നിന്റെ അച്ഛന്റെ അച്ഛൻ ഓണ നായിന്റെ മോനെ, ഓടി നായിന്റെ മോളെ, ഓണ മരമാക്രി, ഓടി മരപ്പട്ടി. ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവള് തെറി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്. അല്ലേ ഞാൻ പറയില്ല. വെറുതെ ഇരുന്ന കുട്ടിയിൽ ചുണ്ണാമ്പ് തേച്ച് പൊളിച്ചത് നീയൊക്കെ കൂടെ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പ് ഒന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അത് വേണോ? മാനം കളയണോ? ഈ അമ്മ മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. ചെയ്തിട്ടില്ല. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. ഇതൊക്കെ ആക്രാന്തം കൊണ്ട് ചെയ്യുന്നതാണോ അതോ പണ്ടേ നിന്റെ കയ്യിലിരിപ്പിങ്ങനെയാണോ? അല്ല സാർ, നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. എനിക്ക് ആരുമില്ല. എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല. എന്നെ നോക്കാൻ ആരുമില്ല. ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിദ്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്. സംഗതികളുടെ പോക്ക് കണ്ടിട്ട് എന്തോ പന്തികേടുണ്ട്. ഞാൻ ഇത്രയും കാലം പറഞ്ഞില്ലെന്ന്. എന്തിനാ എന്റെ പ്രശ്നം മറ്റുള്ളവരെ കൂടെ പറഞ്ഞ് വേദനിപ്പിക്കുന്നു? ഈ അമ്മു പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ നാറി സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മൂമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരുമില്ല. ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. ഇനി ഞാനിവിടെ നിന്നാ എന്റെ ശവം ഞാൻ തന്നെ കൊണ്ടുപോകേണ്ടി വരും. അതിലും നല്ലത് ആരും കാണാതെ രക്ഷപ്പെടുക.